അവകാശങ്ങൾ നേടുന്നതിനും നൽകുന്നതിനുമെല്ലാം പ്രത്യേകം അളവുകോൽ ബാധകമാകാറുണ്ടോ? കേൾക്കാം ഇന്നത്തെ ശുഭദിന ചിന്ത. നമസ്കാരം, ഞാൻ കവിത കണ്ണൻ. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിയർ. ആ രാജ്യത്തെ രാജാവിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ മകൻ അധികാരത്തിലേറി. നല്ല അറിവും പാണ്ഡിത്യവുമുള്ള വ്യക്തിയായിരുന്നു പുതിയ രാജാവ്. ദൈവപ്രീതിക്കായി മൃഗങ്ങളെയും പക്ഷികളെയും കുരുതി കൊടുക്കുന്ന ഒരു ആചാരം ആ നാട്ടിലുണ്ടായിരുന്നു. ഭരണത്തിലെത്തിയപ്പോൾ രാജാവ് ആദ്യം ചെയ്തത് അത്തരം ആചാരങ്ങളെ നിർത്തലാക്കുക എന്നതായിരുന്നു. നിഷ്കളങ്കരായ മൃഗങ്ങളെയും പക്ഷികളെയും കുരുതി കൊടുക്കാൻ പാടില്ലെന്ന നിയമം അദ്ദേഹം കൊണ്ടുവന്നു. അന്നു മുതൽ മനുഷ്യർ മാത്രമല്ല, പക്ഷിമൃഗാദികളും അവിടെ സമാധാനമായി ജീവിക്കാൻ തുടങ്ങി. സത്യത്തിൽ ഈശ്വരന് മുന്നിൽ കുരുതി കഴിപ്പിക്കേണ്ടത് അന്യജീവികളുടെ ജീവനെയല്ല, സ്വന്തം അഹന്തയും സ്വാർത്ഥതയുമാണ്. പ്രതികരണശേഷിയില്ലാത്തവയെയും നിസ്സഹായരെയും ബലി കൊടുത്ത് സ്വന്തം ഇഷ്ടങ്ങളെ സഫലമാക്കുന്നത് ബലമല്ല, ബലഹീനതയാണ്. അവകാശങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണ്. കഴിവുള്ളവർക്ക് കൂടിയ അളവിലും കഴിവ് കുറഞ്ഞവർക്ക് കുറഞ്ഞ അളവിലും ലഭിക്കേണ്ട ഒന്നല്ല അവകാശം. അധികാരമോ പ്രതാപമോ ഉള്ളതിന്റെ പേരിൽ ആർക്കെങ്കിലും ലഭിക്കുന്ന ആനുകൂല്യങ്ങളുമല്ല അവകാശങ്ങൾ. ഒരേയിടത്ത് ജീവിക്കുന്ന എല്ലാവർക്കും സമാധാനമായി ജീവിക്കാനുള്ള അവകാശമെങ്കിലും പരസ്പരം ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കട്ടെ. ശുഭദിനം.